Okay, continuing from our previous session, നമുക്ക് കിട്ടി t raised to minus 1 was the dimensional formula of 2 pi root of L by G. പക്ഷേ ടൈം പീരീഡിന്റെ കറക്റ്റ് ഇക്വേഷൻ ആണ് ചോദിച്ചത് അല്ലേ? അപ്പൊ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടിയത് എന്താ? t raised to minus 1. Is it matching with the dimensional formula of time period? No. ടൈം പീരീഡിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ ടി ആണ് അല്ലേ? അങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ ദിസ് ഇക്വേഷൻ ഇസ് റോങ്. ലെറ്റ്സ് സേ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് 2 pi root of L by G? ചെറുതാക്കി എഴുതട്ടെ. What's the dimensional formula of 2 pi root of L by G? അതിൽ 2 pi എന്ന് പറയുന്നതിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. Therefore we don't have to consider the dimensional formula of this. Root of L. L എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ക്യാപിറ്റൽ L. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല L t raised to minus 2 അറിയാം. അപ്പോൾ ഇതിലിപ്പോൾ L ക്യാൻസൽ ചെയ്തിട്ട് t raised to minus 2 മേലോട്ട് എടുത്തിട്ടുണ്ട്. റൂട്ട് ഓഫ് t raised to 2. റൂട്ട് ഓഫ് t raised to 2 എന്ന് പറയുന്നത് t. അപ്പോൾ നോക്ക്, ഈ ഓപ്ഷനിൽ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ടി. ഇത് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ LHSഉം RHSഉം ഈക്വൽ ആണ് അല്ലേ? ഇനി അടുത്തതും നോക്കണം കേട്ടോ. ഇതില് മാച്ച് ചെയ്യുന്ന രണ്ടും, ഇനി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുകൂടി മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടിയൊക്കെ പോയി. അപ്പം എന്തായാലും ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദിസ് വൺ. ഇഫ് ഐ എം ഫൈൻഡിങ് ഔട്ട് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് 2 pi L by G. 2 pi L by G യുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ച് വെച്ചു. 2 pi L by G യുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ 2 pi അതിന്റെ ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ന്യൂമറിക്കൽ കോൺസ്റ്റന്റും പൈക്കും ഡയമെൻഷണൽ ഫോർമുല ഇല്ല. Lന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ L. G യുടെ ഡയമെൻഷണൽ ഫോർമുല L t raised to minus 2. Therefore L divided by L t raised to minus 2, that is t raised to minus 2 മേലോട്ട് കയറിയിട്ടുണ്ട് t raised to 2. Therefore ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? t സ്ക്വയർ. അത് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളുടെ ടൈം പീരീഡിന്റെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ കൂടി കണ്ടുപിടിക്കാം. If I am finding out the dimensional formula of 2 pi g by L. 2 pi g by L ന്റെ ഡയമെൻഷണൽ ഫോർമുല, 2 pi ക്ക് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. g യുടെ ഡയമെൻഷണൽ ഫോർമുല L t raised to minus 2. L ന്റെ ഡയമെൻഷണൽ ഫോർമുല L. Therefore it is t raised to minus 2. ആരെ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല it should be t raised to minus 2. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് കട്ട് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. അതായത് ടൈം പീരീഡിന്റെ ഫോർമുല, കറക്റ്റ് ഫോർമുല ഏതാണെന്ന് നോക്കണം. അപ്പൊ ഇത് ടൈം പീരീഡിന്റെ കറക്റ്റ് ഫോർമുല ആണോ? അല്ല. എന്തുകൊണ്ട്? ഇറ്റ്സ് നോട്ട് മാച്ചിങ് വിത്ത് ഡയമെൻഷൻ ഓഫ് LHS ആൻഡ് ഡയമെൻഷൻ ഓഫ് RHS. അപ്പൊ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് മാച്ച് ചെയ്യുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് മാച്ച് ചെയ്യുന്ന ഇയാൾ മാത്രമേ ഉള്ളൂ. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. Therefore you could say ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതില് വേറെ ഏതെങ്കിലും ഒന്നിപ്പോ 4 pi root of L by G എന്ന് തന്നു വിചാരിച്ചു, അപ്പൊ നമ്മൾ കുടുങ്ങി. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡയമെൻഷൻ അനാലിസിസ് നടത്തിയിട്ട് ഡയമെൻഷൻ അനാലിസിസിൽ ഒന്ന് മാത്രമാണ് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ഇത് കൺഫേം ചെയ്യാം. നമുക്ക് വേറെ മെത്തേഡ് ഒന്നും യൂസ് ചെയ്യണ്ട. വി കുഡ് ഡയറക്ട്ലി സേ ദിസ് ഇക്വേഷൻ ഇസ് ദ കറക്റ്റ് ഇക്വേഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ I'll give you another question. Check the homogeneity of an equation where f t square is equal to w square by x. We are having an equation f t square is equal to w square by x, and we have to check the homogeneity or check the correctness of an equation. ഇങ്ങനെ ഒരു ചോദ്യം തന്നിരിച്ചു. Then we'll start by writing the steps, that is we'll write LHS. LHS is equal to ft square. Then we'll write dimension of LHS. What is dimension of LHS? Dimension of f is ml t raised to minus 2. What is t? T is time. Therefore dimension of t square is t raised to 2. That means t raised to minus 2 into t raised to 2, we will get cancel. t raised to minus 2, t raised to 2 cancel ആവും. അതായത് t raised to 0. t raised to 0 എന്ന് പറയുന്നത് എന്താ എഴുതേണ്ട ആവശ്യമില്ല. Therefore ml. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? Or you could write m raised to 1, l raised to 1, t raised to 0. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ml എന്ന് എഴുതുന്നു, m raised to 1, l raised to 1, t raised to 0 എന്ന് എഴുതുന്നു ഒന്ന് തന്നെയാണ്. കാരണം t raised to 0, any number raised to 0 എന്താ? ഈക്വൽ ടു 1 ആണ്. അപ്പൊ t raised to 0 ഈക്വൽ ടു 1 ആണെങ്കിൽ ഇൻറ്റു 1 എന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ വേണം എന്ത് വേണം എഴുതട്ടോ, ml
എന്ന് എഴുതാം വേണമെങ്കിൽ, അല്ലെങ്കിൽ this is equally right. m l എന്നതും m raised to 1 l raised to 1 t raised to 0 എന്ന് രണ്ടും കറക്റ്റ് ആട്ടോ. എന്തായാലും ഡയമെൻഷൻ ഓഫ് LHS കണ്ടുപിടിച്ചു. Then let's find out dimension of RHS. For that, initially we'll write what's RHS. What's RHS? It is W square by X. RHS W square by X ആണ്. Then what is dimensional formula of RHS? In order to say the dimensional formula of RHS, W ആര work ആണ്. Workന്റെ dimensional formula എന്താ? ml square t raised to minus 2. The dimensional formula of work is ml square t raised to minus 2. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം വർക്കിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ml square t raised to minus 2 ന്റെ സ്ക്വയർ, ml square t raised to minus 2 ന്റെ സ്ക്വയർ divided by x ആരാ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? l. അപ്പം l. Then we'll expand. ഇതിനെ ml square t raised to minus 2 whole square ആണ് m square എന്ന് പറയുന്നത് m square ആണ്. l raised to 2 whole square ആണ് l raised to 2 plus 2 അല്ലേ? അപ്പം l raised to x raised to a whole raised to b ആണെങ്കിൽ it is x raised to ab അല്ലേ? l raised to 2 into 2 അതായത് 4. t raised to minus 2 whole square എന്ന് പറയുമ്പോൾ t raised to minus 2 into 2, that is t raised to minus 4. കുഴപ്പമില്ലല്ലോ, divided by l. Then we will get m square l raised to 4 divided by l. l raised to 4 divided by l എന്ന് പറഞ്ഞാൽ l raised to 4 minus 1. l raised to 4 minus 1 എന്ന് പറഞ്ഞാൽ l raised to 3. t raised to minus 4 അല്ലേ? അപ്പം നമുക്ക് we are getting an equation like this, and this you can see dimension of LHS is like this, dimension of RHS is like this. Is dimension of LHS equal to dimension of RHS? In this case we can say dimension of LHS is not equal to dimension of LHS square bracket is not equal to dimension of RHS അല്ലേ? dimension of LHS ഉം dimension of RHS ഉം equal അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore equation is wrong ആണോ, equation is dimensionally wrong ആണോ? Equation is wrong. Why? Dimension of LHS ഉം dimension of RHS ഉം equal അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം equation തെറ്റാണ്. Okay, the equation is wrong. Okay, to make these things clear, let me give you another example. Let's have half mv square is equal to f into x. We are having half mv square is equal to f into x. Let's compare the let's find out the homogeneity of this equation. Therefore we will write LHS is equal to half mv square. Then we will write dimensional formula of LHS. Half is numerical constant is not having any dimensional formula. Therefore half in a dimensional formula consider half in a dimensional formula consider m എന്ന് പറയുന്ന mass in dimensional formula capital M. V, what's V? V is velocity. What's the dimensional formula of velocity? It is LT raised to minus 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Dimensional formula of velocity is LT raised to minus 1. Therefore V square ആണെങ്കിൽ LT raised to minus 1 the whole square. LT raised to minus 1 the whole square. അങ്ങനെയാണെങ്കിൽ m എന്ന് L into L raised to 2 അതായത് L raised to 2. T raised to minus 1 whole square എന്ന് T raised to minus 1 into 2, T raised to minus 1 into 2, T raised to minus 1 into 2, T raised to minus 2. Therefore ml square t raised to minus 2, this is the dimensional formula of LHS. ml square t raised to minus 2 is the dimensional formula of LHS. Clear? Then we will write RHS. What is RHS? In this case RHS is f into x. Then we will write dimensional formula of RHS. Dimensional formula of RHS കണ്ടുപിടിക്കുകയാണ്. f ആര force into the dimensional formula of force is ml t raised to minus 2. പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ml t raised to minus 2 ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ml t raised to minus 2 into x എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷണൽ ഫോർമുല എന്താ? l. അപ്പോൾ l. Therefore m എന്നെ l into l square t raised to minus 2. Therefore you just compare the dimensional formula of LHS and dimensional formula of RHS. Dimensional formula of LHS ml square t raised to minus 2. Dimensional formula of RHS adum ml square t raised to minus 2. Therefore we could say dimension of LHS is equal to RHS. Can we conclude therefore the equation is correct? No, we cannot conclude that equation is correct. We will conclude therefore equation is dimensionally correct. അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. ആക്ച്വലി കറക്റ്റ് ആണോ നമ്മൾ പറയും. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആക്ച്വലി കറക്റ്റ് ആണോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാം ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണ്.